എന്തൊരു പന്നം കെട്ട പടാടേ അല്ലേ. പടം പോയി കണ്ടിട്ട് എൻ്റെ പൊന്നടാവേ എനിക്ക് ഏതാണ്ട് മരിയെന്ന്. മമ്മൂട്ടി പൊളിച്ചടുക്കി ഒരു വൺ മാൻ ഷോ. ഇത് സിനിമ എന്ന മമ്മൂട്ടി എന്തോ ഇതാണല്ലോ, കമ്പനിയാണ് ഇപ്പോൾ പടം എടുക്കണത്. അതിൻ്റെ ഒരു കുറവുണ്ട് നല്ലതുപോലെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു പടം പൊട്ടിക്കാൻ വേണ്ടി എന്തോരം മക്കൾ ശ്രമിച്ചെന്നറിയാമോ. ഈ ഒരു പടം, മമ്മൂട്ടിയുടെ പടം ആകെ തകർന്ന് തരിപ്പടമാക്കാൻ വേണ്ടി. എനിക്ക് അവരോട് പറയാനുള്ളടാ, നിങ്ങൾ തലയിൽ തുണിയൊന്നും ഇടണ്ട, ആ തുണി ഇടാണ്ട് പോയി തന്നെ കണ്ടു. ആരും നിങ്ങളെ കുറ്റപ്പെടുത്താനോ ഒന്നിനും നമുക്ക് വേറെ ഒന്നും ഉണ്ടല്ല. ഞാൻ മമ്മൂട്ടിയുടെ 2 വീഡിയോ ഇതേപോലെ ആ ഒരു ഇഷ്യൂ നടന്നു, മമ്മൂട്ടിയുടെ ഒരു ഇഷ്യൂ നടന്നപ്പോൾ അത് മുതലെടുപ്പെടുത്ത് കുറേ ഫാൻസ്, അത് ലാലേട്ടൻ ഫാൻസ്, നല്ലവരായവരെന്നും പറയാം ചീത്തവരെന്നും പറയാം, അതിൽ എല്ലാവരും പറയാൻ പറ്റില്ല, എന്നാലും അത് മുതലെടുത്തിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്ത ഈ കമൻറ്റുകളാണ് നിങ്ങൾ ഈ കാണുന്ന കേട്ടോ. ആ ജാതി കമൻറ്റുകൾ. അതായത് മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി എന്നല്ല, ഈ സമൂഹത്തിൽ ഏറ്റവും മോശക്കാരനാക്കാൻ പറ്റും അത്രയും മോശക്കാരനായിട്ടാണ് കമൻറ്റുകൾ ഇടുന്നത്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവർക്കൊരു തുറുപ്പ് ചീട്ട് കിട്ടിയ പോലെ അതമ്മ കയറി പിടിക്കാലോ എന്ന് ഓർത്ത് ഇനി വരുന്ന ടെർബോ എന്ന് പറയുന്ന ഈ ഒരു ഫിലിം, മമ്മൂട്ടിയുടെ ഫിലിം മുഖത്ത് ഇല്ലാതാക്കി കളയുന്നത്. ഇത്രയും ഒരു വയസ്സിലുണ്ടല്ലോ ആ ഒരു മനുഷ്യൻ്റെ ഡെഡിക്കേഷൻ, എൻ്റെ പൊന്നടവി. അദ്ദേഹത്തിന് വേറെ ഒന്നും വേണ്ട. പിന്നെ അവൻ്റെ ആ പുള്ളിയുടെ ക്യാമറ കാണുമ്പോണ്ടല്ലോ, സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫൈറ്റ് സീന്, ഇതിപ്പോൾ മേക്കപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ അത്രയും പ്രായത്തിൽ ഈ 70-75 വയസ്സിൽ മമ്മൂട്ടി ഈ ചാതി കാട്ടായും അത് അദ്ദേഹത്തിൻ്റെ ആ സൗന്ദര്യം എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു സീനുണ്ടായാലും 2 പേര് അദ്ദേഹത്തിൻ്റെ 2 കയ്യിലും പിടിച്ചിട്ട് കൊണ്ടുപോകുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഴയുടെ അവിടെ ഒരു തുട കാണാൻ പറ്റും. അതായത് മുട്ടിൻ്റെ അവിടെ നിന്ന് മുണ്ട് മാറുമ്പോൾ അവിടെ മേക്കപ്പ് ഇടൂലല്ലോ ആരും. അജാതി പടോടെ ഒന്നും പറയാനില്ലാത്ത ഒരു ജാതി പടം. അതായത് നമുക്ക് കാണണം, ആർക്കും ഇഷ്ടപ്പെടും. കാരണം ഈ ഒരു പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു, പിന്നെ ഈ കുറേ മരവുളുകൾ, അതായത് മരവുളെന്നല്ല പറയാൻ പറ്റുള്ളൂ, അത് മുതലെടുപ്പ് എടുത്ത് ആ ഒരു വിഷയത്തിൽ ഈ ഒരു പടം അങ്ങോട്ട് തകർത്ത് അടക്കാമെന്ന് രാഷ്ട്രീയപരമായിട്ടും അത് മതപരമായിട്ടും കുത്തിക്കയറ്റി ഇതിൻ്റെ ഇടയിൽ കാച്ചാൻ നിന്നവരൊക്കെ ഉണ്ടല്ല, തലയിൽ തട്ടോട്ട് ഓടേണ്ട അവസ്ഥയാണ്. മുണ്ട് തലയിലിട്ടുകൊണ്ട് ഓടണം. ഉടുക്കണ കോണാണ്ടല്ല, അത് തലയിൽ ചുറ്റിട്ട് ഓടേണ്ട ഒരു അവസ്ഥ വന്നേക്കാന്നാ പറയാൻ പറ്റുള്ളൂ. സത്യം അവരിപ്പോൾ മിണ്ടണല്ലോ, ആരും മിണ്ടൂല. മിണ്ടാനെന്ന് പറയാം ഈ പടം ആ രീതിക്ക് പൊട്ടീന്ന്. ഒരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സ് തന്നെ നോക്കിക്കോട്ടോ. ആ ഒരു വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് ഈ ജാതി ഇട്ടുത്താ എന്നൊരു ലാലേട്ടന് നിങ്ങൾ ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ആരെ വേണമെങ്കിലും ഇഷ്ടപ്പെടും. എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, ഇല്ലേ? ഉണ്ട്. ഈ കമൻ്റ് ഇടുമ്പോൾ ഒരു മനുഷ്യനെ ഇല്ലാതാക്കി അത്രയും ഈ സമൂഹത്തിൽ നമുക്ക് നോക്കിയാൽ, ഈ ഫിലിം ഫീൽഡ് നോക്കിയാൽ, സിനിമാ ഫീൽഡ് നോക്കിയാൽ ഇത്രയും വലിയൊരു നടൻ എന്ന് പറയുന്ന, നടൻ എന്ന് പറയാൻ പറ്റുമെന്ന് പറയുന്ന ലോകമെമ്പാടും അറിയപ്പെടുന്നു ഏറ്റവും വലിയൊരു നടൻ. ആ നടനെ എങ്ങനെയൊക്കെ ആക്കാൻ പറ്റുമോ അതിന് തിരിച്ചടിയല്ലേ കിട്ടിയത്. നിങ്ങൾ പോയി ധൈര്യപ്പെട്ട് പടം കണ്ടോ എൻ്റെ പൊന്നളിയാ. ആ പൊടുത്ത കാശിനുള്ള മുതലുണ്ട് അവിടെ.